ഹലോ, വെൽക്കം ടു MJC സ്കൂൾ. അപ്പോൾ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് പോകുന്നത് കടലിൻ്റെ ബേർഡ് സാങ്ച്വറിയിലേക്കാണ്. ഒരുപാട് ദിവസങ്ങളായി പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടുത്തെ സീനിയർക്കൊന്ന് കണ്ടുവരാമെന്നുള്ള ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടുവരാം, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ബാഗിൽ ജസ്റ്റ് ഒരു കുപ്പി വെള്ളം, പിന്നെ ഒരു മൊബൈൽ ചാർജറും ഒരു പവർ ബാഗും, അത്രേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ കുളിക്കാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒരു തോർത്തുകൊണ്ട് എടുത്തിട്ടുണ്ട്, ഒരു ട്രൗസർ എടുത്തിട്ടുണ്ട്. കുളിക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് കുളിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. സ്കൂട്ടറിലാണ് പോണത്. 200 രൂപയ്ക്ക് കണ്ണടിച്ച് കഴിഞ്ഞാൽ പോയി വരാൻ പറ്റും. ആദ്യം സോളോ ആണ് പ്ലാൻ ചെയ്തത്, പിന്നെ ഫ്രണ്ടും കൂടി 5 മണിക്ക് മുമ്പ് അവിടെ എത്തണം. 4:45 നമ്മൾ കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിൽ എത്തിയിട്ടുണ്ട്. എൻട്രി ഫീസ് 20 രൂപയാണ്. ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ബോട്ട് യാത്ര ട്രൈ ചെയ്യണം. ഒരു ട്രിപ്പിന് 1000 രൂപയാണ്. ഈ പൈസ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരുമായി ഷെയർ ചെയ്യാൻ പറ്റും. ഇതാണ് തുഴച്ചിലുകാരൻ അസീസ്. റെയിൽവേനെ കുറിച്ചും നമ്മുടെ കണ്ടൽക്കാടിനെ കുറിച്ചും ശരിക്കും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ബോട്ടിലൂടെയുള്ള യാത്ര ചെയ്യുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഫീലാണ്. അടിപൊളി ലൊക്കേഷൻ. പിന്നെ വെള്ളത്തിൽ നോക്കുമ്പോൾ നമുക്ക് ജെല്ലി ഫിഷ് കാണാൻ പറ്റും. ചില മീനുകൾ വെള്ളത്തിൽ ചാടുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ദേശാടന പക്ഷികളെ കാണാൻ പറ്റും. ഇവിടെ എൻ്റെ ക്യാമറ അത്ര ക്ലിയർ അല്ലെങ്കിലും ഇവിടെ ഉണ്ട് വിംബ്രൽ, സൺഫ്ലവർ ആയി 2 തരങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് പരുന്തുകൾ ഇവയെ ആക്രമിക്കാനായിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും അടിപൊളി വൈബാണ് ഈ ഒരു യാത്ര. ഇതാണ് കടലുണ്ടി റെയിൽവേ പാലം, അതായത് മലപ്പുറത്തിനെയും കോഴിക്കോടിനും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാലമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ റെയിൽവേ ഒന്നാണ് ഈ റെയിൽവേ പാലം. ഏകദേശം 170ഓളം വർഷം പഴക്കമുണ്ട്. ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ പില്ലറുകൾ ഇപ്പോഴും സ്ട്രോങ് ആണ്. സുർക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പില്ലർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പുതിയ പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴയ പില്ലർ പൊളിക്കാൻ നോക്കിയാൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ പുതിയ പില്ലർ ഉണ്ടാക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം 2001 ജൂൺ 22-നാണ് ആ ദുരന്തം ഉണ്ടായത്, കടലുണ്ടി റെയിൽവേ ദുരന്തം. അന്ന് ഏകദേശം 60ഓളം ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2003 വീണ്ടും പാലം തുറന്നു. പിന്നെ ഇന്നും നമുക്ക് പഴയ പാലത്തിൻ്റെ ആവശ്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി സീനിയറാണ്. നമുക്ക് ഒരു പ്രകൃതിയും മനുഷ്യനിർമ്മിതിയും ഒരുമിച്ച് കാണുന്ന ഒരു പ്രത്യേക ഫീലാണ്. ഇതാണ് അഴിമുഖം. കടലും കായലും കൂടി ഒരുമിക്കുന്ന സ്ഥലം. നമ്മൾ കാണുന്നത് കടലിൽ നിന്നും കായലിലേക്ക് വെള്ളം വരുന്നത് കാണാം. ഇനി നമുക്ക് കണ്ടൽക്കാടിനെ കുറിച്ച് അറിയാൻ പറ്റും. മൂപ്പര് പറയുന്നുണ്ട്. പിന്നെ അതിന് പ്രത്യേകം അതിന് ശ്വസന വേരുകളുണ്ട്, താഴെ കണ്ടില്ലേ അതിനൊക്കെ. അത് ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒരു പ്ലാന്റിന് ഏകദേശം 3500ഓളം ശ്വസന വേരുകളുണ്ട്, സാധാ വേര് കൂടാതെ. അത് ആ മരത്തിൻ്റെ അല്ലെങ്കിൽ ചെടീൻ്റെ 80% കാർബൺ ഡൈഓക്സൈഡ് വലിച്ചെടുക്കും. അതേപോലെ ഓക്സിജൻ കൂടുതൽ പുറത്തു വിടുന്ന കടൽ ചരിത്രങ്ങൾ. ഏതാണ് ഇതല്ല, പ്രാന്തങ്ങളല്ല. ഇതിൻ്റെ പേരെന്താ? ഇത് വലിയ ഉപ്പട്ടി, ചെറിയ ഉപ്പട്ടി. അത് റൈസോഫോറ. ഇത് ആമസോൺ വനാന്തരങ്ങൾക്കുള്ള കണ്ടെത്തി ഇവിടെ വെച്ച് പിടിപ്പിച്ച ആ ചെടി മാത്രം. അത് നമ്മളെ ഈ ബോട്ടിന്റെ ഉടമസ്ഥൻ അയ്യപ്പൻ എന്നൊരാൾ, അയാൾ ഫോറസ്റ്റ് വാച്ചറായിരുന്നു. അയാളെ വെച്ചു അത് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നു. ശരി, ആമസോൺ വനാന്തരം. അതിന് വിത്ത് കണ്ടില്ല, മുരിങ്ങക്കായ രൂപത്തിൽ അത് കുത്തനെ വീണ് ചതുപ്പിൽ വീട് പതിച്ച് ഇങ്ങനെ വേരൊക്കെ പിടിച്ച് പിന്നെ മേലെ നായാലും വരും. ഞാൻ കാണിച്ചു. ഇവിടെ 8 തരം കണ്ടൽവനങ്ങളാണ് ഉള്ളത്. ചുള്ളിക്കണ്ടൽ, നക്ഷത്രക്കണ്ടൽ, വലിയ ഉപ്പട്ടി, ചെറിയ ഉപ്പട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടൽക്കാടുകളുള്ളത്. വേലിയേറ്റ സമയത്താണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും നല്ലത്. കാരണം അപ്പോൾ നമുക്ക് ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാ കണ്ടൽക്കാടും കാണാൻ പറ്റും. ഇത് ഞാനും കുറച്ച് സഹായിച്ചു ഇതിൻ്റെ അടുത്ത് കൂടെ പോകാൻ വേണ്ടിയിട്ട്. പ്രത്യേക ഒരു ഫീലിംഗ് ആണത്. ചുള്ളിക്കണ്ടൽ. ഇവിടെ നമുക്ക് ചെറിയ ദ്വീപുകൾ കാണാൻ പറ്റും. ഇതിലെ ഏറ്റവും വലിയ ദ്വീപ്, അതിലേകദേശം 30 വീടുകളുണ്ടെന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്നതിൽ ചിലത് മലപ്പുറത്താണ്, ചിലത് കോഴിക്കോടാണ് ഈ ദ്വീപുകളിൽ. പിന്നെ ഇവിടെ നമുക്ക് ഹോം സ്റ്റേ സൗകര്യം ലഭ്യമാണ്. ഏകദേശം 2000-2500 രൂപ അറേഞ്ച് നമുക്ക് ഹോം സ്റ്റേ അവൈലബിൾ ആണ്. പിന്നെ ഈ ദ്വീപുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ചെറിയ പാലങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ സന്ദർശിക്കാൻ നല്ലത് വൈകുന്നേരം നല്ലതാണ്. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഒരു വൈബ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ഈ അസീസിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും അപ്പോൾ ഏതൊരു മലയാളിയും പോലെ തന്നെ കപ്പയും ബീഫും കഴിച്ചിട്ട് നമുക്ക് ഈ യാത്ര അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.